തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വൈദ്യുതി ചാർജ് വർധന ജനങ്ങളെ അടിച്ചേൽപ്പിച്ച സർക്കാർ ആരാണ് എന്ന വാദപ്രതിവാദം ഇടത് വലത് മുന്നണികൾ സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാക്കുകയാണ്. ഇടത് സർക്കാരിനേക്കാൾ UDF ഭരണകാലത്താണ് വൈദ്യുതി വർധന വരുത്തിയതെന്നും ഫിക്സഡ് ചാർജ് ഉൾപ്പെടെ അധിക തുക ഈടാക്കിയത് ഇടത് സർക്കാരാണെന്നും UDFും ആരോപിക്കുന്നു. ഏതായാലും ഒന്നുറപ്പാണ്, ഈ വൈദ്യുതി നിരക്ക് സാധാരണക്കാരനെ പൊള്ളിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സത്യം പറയട്ടെ അന്വേഷിക്കുന്നു, കൂടുതൽ ഷോക്ക് ആരാണ് നൽകിയത്? കഴിഞ്ഞ 15 വർഷത്തിനിടെ നമ്മുടെ വൈദ്യുതി ബില്ലിൽ ഉണ്ടായ വർധനവ് എത്രയാണെന്നറിയാമോ? 77%. അതായത് പ്രതിവർഷം 5% വർധനവ് നമ്മുടെ വൈദ്യുതി ബില്ലിൽ ഉണ്ടായി എന്നത് ചെറിയ കാര്യമല്ല. സാധാരണക്കാരന് ഇരുട്ടടി നൽകിക്കൊണ്ടായിരുന്നു ഓരോ വർധനവും. കൃത്യമായ ഇടവേളകളിൽ പ്രതിവർഷം കണക്കാക്കിയായിരുന്നില്ല ഈ വർധനവ്. രാഷ്ട്രീയ തീരുമാനമായതിനാൽ പല സർക്കാരുകൾക്കും വൈദ്യുതി നിരക്ക് കൂട്ടാതെ മാറ്റിവെക്കാനായിരുന്നു താല്പര്യം. തെരഞ്ഞെടുപ്പ് മുന്നിലെത്തുമ്പോഴുള്ള പല വൈദ്യുതി താരിഫിലെ വർധനവും വരുത്തേണ്ടി വരിക തുടർന്നുള്ള സർക്കാരുമായിരിക്കും. KSEBക്ക് റെഗുലേറ്ററി അസറ്റ് എന്ന മുൻ കുടിശ്ശിക വർദ്ധിപ്പിക്കുന്നതിൽ ഈ മാറ്റിവെക്കലുകൾ മുഖ്യ ഘടകമായിട്ടുണ്ടെന്നും റെഗുലേറ്ററി കമ്മീഷനുകൾ കാലാകാലങ്ങളായി കൃത്യമായി വൈദ്യുതി ചാർജിലെ വർധനവ് നടത്തുന്നതിൽ ശ്രദ്ധ ചെലുത്താത്തതുമാണ് കാരണമെന്ന് ഇടയ്ക്കിടെ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകാറുമുണ്ട്. ഇനി കണക്ക് പരിശോധിച്ചാൽ 2011 50 മുതൽ 100 യൂണിറ്റ് വൈദ്യുതി പ്രതിമാസം ഉപയോഗിക്കുന്നവരുടെ നിരക്ക് യൂണിറ്റിന് 2.40 രൂപയായിരുന്നു. എന്നാൽ ഇതേ വൈദ്യുതി സ്ലാബിൽ 2026 4.25 രൂപയാണ്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2019 മുതൽ 2022 വരെ കോവിഡ് പശ്ചാത്തലത്തിൽ താരിഫ് കൂട്ടിയിട്ടേയില്ല. മാത്രമല്ല 2014, 2015, 2016 വർഷങ്ങളും കറണ്ട് ബില്ല് കൂട്ടാത്ത വർഷങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ അതിൽ മുഖ്യ ഘടകമായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം 2012-13 വർഷം 31% വർധനവ് വരുത്തിയതിന് ഉമ്മൻചാണ്ടി സർക്കാർ കേട്ട പഴി ചെറുതല്ല. സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷന് നിയന്ത്രണം കിട്ടുന്നതിന് മുമ്പായിരുന്നതിനാൽ വർധനവ് വരുത്താതിരുന്ന വർഷങ്ങളിൽ KSEB തീരുമാനത്തിനപ്പുറം മറ്റൊരു ശബ്ദവും ഉയർന്നിരുന്നില്ല. 2013 തുടർന്നുള്ള വർഷങ്ങളിൽ 10%, 5% ഒക്കെയായി വർധന. 5 വർഷത്തേക്ക് ഒരുമിച്ച് വർധനവ് വരുത്തണം എന്നായി കേന്ദ്ര നിർദ്ദേശം. 2025-27 വർഷത്തേക്കുള്ള താരിഫാണ് KSEB അവസാനം അവതരിപ്പിച്ചത്. 2012-13 വർഷം 31% വൈദ്യുതി ചാർജിൽ വർധനവ് വരുത്തിയ ഉമ്മൻചാണ്ടി സർക്കാർ സാധാരണക്കാർക്ക് ആശ്വാസമായി സബ്സിഡി കൊണ്ടുവന്നിരുന്നു. പ്രതിമാസം 120 യൂണിറ്റിൽ താഴെയുള്ളവർക്ക് വൈദ്യുതി നിരക്കിലെ വർധനവ് ഒഴിവാക്കി. അതായത് 2 മാസത്തെ വൈദ്യുതി ബില്ലിൽ 240 യൂണിറ്റ് കടക്കാത്ത പകുതി വൈദ്യുതി ഉപഭോക്താക്കളും ഈ ആനുകൂല്യ പരിധിയിൽപ്പെട്ടിരുന്നു. ശരാശരി യൂണിറ്റിന് 20 പൈസ തീരുമാനത്തെ തുടർന്ന് ഈ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് കുറവ് വന്നിരുന്നു. ഇന്നും ആ സബ്സിഡി ആനുകൂല്യം തുടരുന്നുമുണ്ട്. അതായത് അന്നത്തെ സബ്സിഡി ആനുകൂല്യമായി സർക്കാർ പ്രഖ്യാപിച്ച തുക KSEBക്ക് സംസ്ഥാന സർക്കാരുകൾ ഇന്നും നൽകി വരുന്നുണ്ട്. വൈദ്യുതി തീരുവ ഇനത്തിൽ KSEB സർക്കാരിന് കൈമാറേണ്ടിയിരുന്ന തുകയിൽ വെട്ടിക്കുറവ് വരുത്തിയാണ് ഇന്നും ആ ആനുകൂല്യം തുടരുന്നത്. UDF 2011 മുതൽ 2016 വരെ വെറും 5 വർഷം കൊണ്ട് നിരക്കിലുണ്ടായ വർധനവ് 47.93%. LDF 2016 മുതൽ 2026 വരെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിരക്കിലുണ്ടായ വർധനവ് 26.02%. കണക്ക് ശരി തന്നെയാണ്. വൈദ്യുതി നിയമം 2003 സെക്ഷൻ 62 പ്രകാരം സംസ്ഥാനത്തെ വൈദ്യുതിയുടെ നിരക്ക് നിശ്ചയിക്കുന്നതിനുള്ള പരമാധികാരം സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മാത്രം നിക്ഷിപ്തമാണ്. കമ്മീഷൻ നിലവിൽ വന്ന ശേഷം സംസ്ഥാനത്തെ വൈദ്യുതി താരിഫ് പരിഷ്കരണം 2012 ആദ്യമായി നടന്നത്. പിന്നീട് 2013, 2014, 2017, 2019, 2022, 2024, 2025 എന്നീ വർഷങ്ങളിലും താരിഫ് വർധന നടന്നിട്ടുണ്ട്. UDF ഭരണകാലത്ത് 2012 24%, 2013 9.1%, 2014 14.83% എന്നിങ്ങനെ മൊത്തം 5 വർഷത്തെ UDF ഭരണകാലത്ത് 47.93% വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് വന്ന LDF ഭരണകാലത്ത് 2017 4.77%, 2019 7.32%, 2022 6.59%,
2023 3.20%, 2024 ഡിസംബറിൽ 2.39%, 2025 ഏപ്രിൽ 1 മുതൽ 1.75% എന്നിങ്ങനെ മൊത്തം കഴിഞ്ഞ 9.5 വർഷത്തെ LDF ഭരണകാലത്ത് 26.02% മാത്രമാണ് വൈദ്യുതി നിരക്ക് വർധനയുണ്ടായത്. ഈ കണക്കിൽ ഉൾപ്പെടാതെ പോയ ഒരു കാര്യമുണ്ട്. 2022 മുതൽ യൂണിറ്റിന് 19 പൈസ ഫ്യുവൽ ചാർജ് ഈടാക്കി. 2019 മുതൽ ഫിക്സഡ് ചാർജും വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. തുടർന്ന് ഓരോ വർഷവും നടന്ന ചാർജ് വർധനവിനോടൊപ്പം ഫിക്സഡ് ചാർജും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് LDF സർക്കാരിന്റെ കാലത്താണ്. 2013 യൂണിറ്റിനനുസരിച്ച് 20 രൂപ ഉണ്ടായിരുന്നിടത്ത് നിലവിൽ 100 രൂപയ്ക്ക് മീതെയാണ് ഫിക്സഡ് ചാർജ്. നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് വർഷങ്ങൾക്കിപ്പുറം എവിടെ എത്തി നിൽക്കുന്നു? 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടവും 2016 മുതൽ 2026 വരെയുള്ള കാലഘട്ടവും താരതമ്യം ചെയ്താൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2011 മുതൽ 2016 വരെ മിതമായ വർധനവ്. ഈ 5 വർഷത്തിനിടയിൽ 2 തവണയാണ് KSEB നിരക്ക് പരിഷ്കരിച്ചത്. ശരാശരി 15% മുതൽ 20% വരെ മാത്രമായിരുന്നു അന്ന് ഗാർഹിക ഉപഭോക്താക്കൾക്കുണ്ടായ വർധനവ്. 100 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് 280 രൂപ മുതൽ 320 രൂപ വരെ വർധന, അതായത് 14%. 200 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് 640 രൂപ മുതൽ 780 രൂപ വരെ വർധന, അതായത് 22%. ഒരു സാധാരണ കുടുംബത്തിന് 5 വർഷം കൊണ്ട് ഏകദേശം 4000 രൂപ മുതൽ 4500 രൂപ മാത്രമാണ് അധികമായി നൽകേണ്ടി വന്നത്. എന്നാൽ 2016 മുതൽ 2026 വരെയുള്ള കഴിഞ്ഞ 10 വർഷത്തെ കണക്ക് നോക്കിയാൽ സ്ഥിതി ഭയാനകമാണ്. താരിഫ് വർധനവിന് പുറമെ ഫിക്സഡ് ചാർജ്, ഇന്ധന സർചാർജ് എന്നിവ കൂടി ചേർന്നപ്പോൾ വർധനവ് 50% മുതൽ 62% വരെയായി ഉയർന്നു. ഇനി 2016 മുതൽ 2026 വരെയുള്ള കാലയളവിൽ ഓരോ കുടുംബത്തിനും ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത നോക്കുക. 100 യൂണിറ്റ് ഉപയോഗിക്കുന്നവർ 10,000 രൂപ മുതൽ 11,000 രൂപ അധിക ചിലവ് വരുന്നു. 200 യൂണിറ്റ് ഉപയോഗിക്കുന്നവർ 27,000 രൂപ മുതൽ 29,000 രൂപ അധിക ചെലവ്. 300 യൂണിറ്റ് ഉപയോഗിക്കുന്നവർ 48,000 രൂപ മുതൽ 52,000 അധിക ചിലവ്. ഇതിന് പുറമെയാണ് ഫ്യുവൽ സർചാർജ് എന്ന ഇനത്തിൽ മാത്രം 200 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു കുടുംബം ശരാശരി 2,400 രൂപ അധികമായി നൽകുന്നത്. ചുരുക്കത്തിൽ 2011 മുതൽ 2016 കാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കിയാൽ 2016 മുതൽ 2026 വരെയുള്ള കാലത്ത് ഒരു ശരാശരി മലയാളി കുടുംബത്തിന് 23,000 രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യതയാണ് വൈദ്യുതി ബില്ലിലൂടെ മാത്രം ഉണ്ടായത്. KSEBക്ക് വരുന്ന ബാധ്യതയാണ് സാധാരണക്കാർക്ക് മേൽ വൈദ്യുതി ചാർജായി അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. പ്രതിവർഷം 5% വെച്ച് വൈദ്യുതി ചാർജ് വർധനവ് എന്നത് ചെറിയ സംഖ്യയുമല്ല. KSEBയുടെ ബാധ്യത കുറയ്ക്കാനുള്ള നടപടികളാണ് വേണ്ടത്. മാത്രമല്ല, വൈദ്യുതി ചാർജ് കുറവ് കേരളത്തിൽ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്കുള്ള കേരളത്തിലെ വൈദ്യുതി നിരക്ക് തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞതാണ്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ല എന്നതും കേരളത്തിന്റെ കരുത്താണ്. ഈ നേട്ടങ്ങൾക്കിടയിലും ഗാർഹിക നിരക്കിലുണ്ടാകുന്ന വർധനവിനെതിരെ റെഗുലേറ്ററി കമ്മീഷൻ നടത്തുന്ന ഹിയറിംഗുകളിൽ പൊതുജന പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. നമസ്കാരം.